ആളുകളൊക്കെ എങ്ങനെ ജീവിക്കണം? എല്ലാം വയനാട്ടിലോട്ട് വരുന്നത് സത്യം യഥാർത്ഥത്തിൽ അതാണ് സത്യം. കാരണം ഒരു പച്ചപ്പുല്ലിന്റെ തരിയെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തിനാ തിന്ന് ജീവിക്കണ്ടേ? ഒന്നും വയനാട്ടിൽ വരുമ്പോ ഇവിടെയൊക്കെ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നിറഞ്ഞു മാനുകളായിരുന്നു അന്ന്. പക്ഷെ പുല്ലുണ്ടായിരുന്നു. ഞങ്ങള് പോകുമ്പോ നല്ല പച്ചപ്പിലാണ്. പിന്നെ നിങ്ങളുടെ പറമ്പിലൊക്കെ നിറച്ച് ചക്ക. വയനാട്ടിലെല്ലായിടവും ചക്കയുണ്ട്. ആനയ്ക്ക് സ്മെല്ലടിച്ച് ചക്ക തിന്നാൻ വരാം. വെള്ളം കിട്ടില്ലേ? വെള്ളം തീറ്റയൊന്നും ഇല്ലായിട്ട് വെള്ളം എവിടുന്നായിരിക്കും കുടിക്കുന്നേ? ഉൾക്കാട്ടിൽ എവിടെയെങ്കിലും ഇത് കാണും, കുളം ഉണ്ടാവും. വല്ല പട്ടയ ചത്തു പോലായിരുന്നു അല്ലേ? എല്ലാം ഉണങ്ങി ഞാൻ ഇങ്ങോട്ടൊന്നും ഒരു മഴയും കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പച്ചപ്പായിരിക്കും. പച്ചപ്പാകുന്ന സമയത്താണെങ്കിൽ ഭയങ്കര രസമായി. വെറുതെ കാട് കാണാൻ എന്ത് രസം അറിയാവോ? ഞാൻ വീഡിയോ കാണിച്ചു തരാവേ. ഞങ്ങൾ എടുത്തിട്ടേക്കുന്ന മാൻകൂട്ടത്തിന്റെ ഒക്കെ. അമ്മേ അവര് ഡിസംബർ ജനുവരി ഒക്കെ വന്നാൽ മതി. ഡിസംബറിൽ ഇവൻ വരും ചേച്ചി അവധിക്ക്. ഇത് വരണ്ട ഭൂമി പോലെയാണ്. മണി മണി. ഓ അങ്ങനെ അതിന് ജോർജ് കുട്ടി എന്നാണ് പറയുന്നത്. കാടൊക്കെ അങ്ങനെ തന്നെയാടാ. മരുഭൂമി ഗൾഫ് പോലെ തന്നെ. അവിടെ ഒന്നും കിളിക്കുന്നില്ലല്ലോ. നമ്മളെ വയനാട് കഴിഞ്ഞ ആ വഴി കണ്ടോ? മഴ പെയ്തോണ്ട് ഇതിപ്പോ വയനാടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. ആനപ്പിണ്ട അവിടെ കിടക്കുന്നത്. ആനയൊക്കെ രാത്രിയിലെ വരുത്തതായിരിക്കും. ഇവിടെ നിന്ന് 8 മണി കഴിഞ്ഞ് കടത്തി വിട്ടില്ലേ വഴി കൂടി ഒന്നും? രാത്രി കഴിഞ്ഞല്ലേ? എത്ര മണി ക്ലോസ് ആവും? 8 മണിയാണ്. 8 മണി. ആനയെ കണ്ടില്ലല്ലോ. ആനപ്പിണ്ട കണ്ടല്ലോ. അതിലൊന്നും വന്ന വഴി വയനാട് കണ്ടില്ല. ആന കണ്ടില്ല രാത്രി. ഇതെല്ലാം കാണാല്ലേ ഇതാണ്ട്? എന്റെ അമ്മ ഫുള്ള് വനം ഇങ്ങനെയാകുന്ന എങ്ങനെയാന്ന് എനിക്ക് ആലോചിക്കാൻ പോലും ഇത് വനം പറയാൻ പറ്റത്തില്ലല്ലോ. കണ്ടിട്ടല്ലേ? നോക്കിയാ മൊത്തം കാണാൻ പറ്റും. താഴെ മൊത്തം പച്ചിച്ച് കിടക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒന്നും കാണത്തില്ല. അപ്പൊ ഈ മൃഗങ്ങളൊക്കെ എവിടെ ആയിരിക്കും? എനിക്ക് അതാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. നിങ്ങളെല്ലാം ചത്തു പോയിട്ടുണ്ടാവോ? ഇല്ല, വല്ല വയനാട്ടിലോട്ട് പോയി. നോട്ട് ദ പോയിന്റ്. ആ ശരിയാ ചേച്ചി. ചിലപ്പോ അവര് സീസൺ അനുസരിച്ച് അങ്ങോട്ട് പോയി കാണും. ഇവിടെ ഓക്കെ ആവുമ്പോ അവര് വരുമായിരിക്കും. അവര് തിന്നൊന്നും അങ്ങോട്ട് പോയി കാണും. ഇവിടെ ഒന്നുമില്ലല്ലോ ഇപ്പം. ഉണങ്ങുന്നതനുസരിച്ച് മാറി 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 മരങ്ങൾ വരെ ഉണങ്ങി കിടക്കും ഇവിടെ. വലിയ വലിയ മരങ്ങൾ പോലെ. നമ്മൾ ആ വഴിക്ക് വന്ന് ഇവിടെ ഇതിലൂടെ വരുന്നത്. അതിലൂടെ അങ്ങനെ കറങ്ങി വന്നു. നോ പാർക്കിംഗ് കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുക. ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ട് കരടിയെ കണ്ട്. കണ്ടിട്ടുണ്ട്. അതല്ല ഇത്. കിട്ടിയില്ല. അത് കറക്റ്റ് കയറി പോയി. അതെ പോയിട്ടില്ല. അവിടെ നിർത്തിക്കടി. ഇവിടെ നിർത്തി അങ്ങനെ അങ്ങനെ അങ്ങ് വെക്കും. നോക്കിക്കേ. അയ്യോ അടിപൊളി. കിട്ടിയില്ല ക്യാമറക്കകത്ത്. അത്ര അങ്ങോട്ട് കിട്ടിയില്ല. കിട്ടിയില്ല. കണ്ടല്ലോ. സാധനത്തിനെ കണ്ടു. അതും നമ്മള് അല്ലാതെ ഇങ്ങനെ കാണുകയെന്ന് പറഞ്ഞത് ഒരു മാംസബുക്കിനെ കണ്ടു. മഴയുള്ളപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തേരം ഉണ്ടാവൂന്ന്. അത് പൊളിച്ച് കേട്ടാച്ചി. അത് പൊളിച്ച് കരടി ഡയറക്റ്റ്. ആനേനെയും കൂടെ ഒന്ന് കാണുവാണെങ്കിൽ രണ്ടാനെ ഇനി ഒരു കുഞ്ഞു പുലിയും കൂടെ. ചെറുത്. ഞാനത് കറുപ്പ് കണ്ടപ്പോഴാ നോക്കിയത്. ഞാൻ ആ ഫ്രണ്ടിൽ പോകുന്നവരെ ഞാൻ കണ്ടില്ല. അവരുടെ ഫ്രണ്ടിൽ പോകുന്നവര് ക്യാമറ ഞാൻ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ ബ്ലോക്കാന്ന്.
ഞാൻ നോക്കിയത് പറമ്പിലോട്ടായിരുന്നു. അപ്പൊ ഒരു കറുപ്പ്. അടിപൊളി, ഗ്രേറ്റ്. ഞാൻ പിന്നെ കണ്ടു, ലാസ്റ്റാ ഞാൻ കണ്ടത്. വയനാട്ടിൽ വന്നത് എന്തുകൊണ്ട് ഇതിനെ കണ്ട്